ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിരങ്ങാത്തീയിലാണേ. അതീവ രുചിയുള്ള ചിരങ്ങാത്തീയിലാണ്. ചിരങ്ങ, ചുരക്ക, ചുരങ്ങ, ചിരവക്കായ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരങ്ങാന്നും ചിരങ്ങാന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ അത്യാവശ്യം ഒരുപാട് മൂത്ത് പോയ ചിരങ്ങ കറി വെക്കാൻ കൊള്ളത്തില്ല. ഏറ്റവും ഇളം, അതായത് നമ്മളിങ്ങനെ പുറംതൊലി ചീകുമ്പോൾ വളരെ പെട്ടെന്ന് പോകുന്ന രീതിയിൽ വരുന്ന മൃദുവായിട്ടുള്ള ആ സമയത്താണിത് കറി വെക്കാൻ ഏറ്റവും അത്യുത്തമം കേട്ടോ. ഇത് കറിയും വെക്കാം, കറി വെക്കാം, തോരൻ വെക്കാം, ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇത് അങ്ങനെയൊക്കെ വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ്. വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള, കാൽസ്യം, അയൺ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ചുരങ്ങ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ 90% ജലാംശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഊർജ്ജവും പിന്നെ ഇതിൽ കൊഴുപ്പും കുറവായതുകൊണ്ട് ഇത് ധാരാളം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് കറിയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ചുരങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ കുരു കളഞ്ഞിട്ടില്ല, പിഞ്ചാണ്, അതുകൊണ്ട് കുരു കളഞ്ഞിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒരു 2 തക്കാളിക്ക് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചത്തക്കാളിയും ഒരു പഴുത്ത തക്കാളിയുമാണ് ചേർത്തത്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്കിത് പരുവത്തിനെ. തീയിൽ വയ്ക്കുമ്പം ഇത് തോരൻ വെക്കാനൊക്കെ വളരെ നല്ലതാണ്, താളിച്ചെടുക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കും. വെറും വയറ്റിൽ രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബറിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രമേഹ രോഗികളൊക്കെ ഈ ചുരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ നല്ല ചുരങ്ങയായിരിക്കണം. ചുരങ്ങയിലെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതൊന്ന് വേവിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. നമ്മൾ തീയലല്ലേ വെക്കുന്നത്. അപ്പം നമുക്ക് ഒരു അരമുറി തേങ്ങ ഞാനിവിടെ വറുക്കാൻ എടുത്തിട്ടുള്ളത്. ഈ പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വരുന്ന പെരിഞ്ജീരകമാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ആവശ്യത്തിന് എരിവ് ചേർക്കുക ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച്. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ഞാൻ ചട്ടിയിലാണ് വറക്കുന്നത്. അതും തേങ്ങ നല്ല ബ്രൗൺ കളറിലൊന്ന് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ബാക്കി പൊടികളൊക്കെ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്നത് തണുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊടി ഇപ്പം നമ്മൾ വറുത്ത് വെച്ച നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചുരങ്ങ വെന്തോന്ന് നോക്കാം. ഇപ്പം അത്യാവശ്യം പാകത്തിന് വെള്ളമൊക്കെ കുറച്ച് പറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതിൽ ചേരണം കേട്ടോ. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ചുരങ്ങ, പിന്നെ നമ്മൾ എടുക്കുന്ന മൂപ്പ് കൂടിപ്പോയ ചുരങ്ങ ചെത്തി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലാതെ ഇളം ചുരങ്ങയാകുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ചിരണ്ടിയാൽ മതി. നമ്മുടെ പടവലത്തിൻ്റെയൊക്കെ തൊലി നമ്മൾ കളയുന്ന പോലെ, പടവലത്തിൻ്റെയൊക്കെ ഗണത്തിൽപ്പെടുന്നതാണല്ലോ ഈ ചുരങ്ങ എന്ന് പറയുന്നത്. അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി മൂപ്പ് കൂടിപ്പോയത് അതിൻ്റെ തൊലി നമ്മൾ ചെത്താതിട്ട് കഴിഞ്ഞാൽ ഈ ഇത്തിരി പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ കടിച്ച് കിടക്കും. അത് കറിക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല പരുവത്തിന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ചുരങ്ങ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഒന്നും ഇത് ഉപയോഗിക്കത്തില്ലായിരുന്നു, ഇപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തീയിൽ വെച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് താളിപ്പൊക്കെ ചെയ്യുന്നതും എല്ലാം നല്ലതാണ് കേട്ടോ. ചതച്ചൊക്കെ ഇട്ട് തേങ്ങയും ശകലം ജീരകമൊക്കെ ചതച്ചൊക്കെ ഇട്ട് തോരൻ വെക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് അപ്പത്തിനൊക്കെ കോമ്പിനേഷനായിട്ട് ചിരങ്ങാക്കറി കൂട്ടാൻ തീയൽ കൂട്ടിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനും അപ്പത്തിനും ഒക്കെ കൂട്ടാം, ദോശയ്ക്കും കൂട്ടാം. അപ്പം നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കൊരു താളിപ്പൊഴിക്കാം. ഒന്ന് കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് ആ അരപ്പൊക്കെ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ശകലം ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് തിളച്ച് കുറുകി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവനവൻ ആവശ്യത്തിന് ചാറനുസരിച്ച് നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ.
അപ്പം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കടുക് താളിപ്പ്, ചെറിയ ഉള്ളി, കടുക്, പിന്നെ ഇച്ചിരി വറ്റൽമുളക്, നന്നായിട്ടൊരു മെറൂൺ കളറിൽ ആ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടണം. ഇച്ചിരി ഏറെ ഉള്ളി ഇടുന്നതാണ് വളരെ രുചികരം കേട്ടോ. നമുക്കിപ്പോൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ഇട്ട് നമുക്കതിലേക്കൊന്ന് ഒഴിക്കാം. ഈ താളിപ്പ് അരപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു മണം വരുമല്ലോ, എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. അപ്പോൾ നോക്കിക്കേ, രുചിയേറുന്ന തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി തീയൽ കൂട്ടി ഒന്ന് ചോറുണ്ട് നോക്കിയാലോ. അതീവ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ചുരയ്ക്ക ജ്യൂസൊന്നും അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് ഫൈബറിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരങ്ങ ദഹനത്തിന് വളരെയധികം സഹായമാവും. അപ്പം പ്രമേഹം കുറയ്ക്കാൻ ചുരങ്ങ ജ്യൂസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് രക്തത്തിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ അപകടാവസ്ഥയിലെത്തിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം വളരെയധികം ഗുണമുള്ള ഒന്നാണ്. അസ്ഥിസ്രാവം, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.